പോലീസിംഗ് അറസ്റ്റ് അതിൻ്റെ ഭാരമേറിയ നിയമവശം മാത്രം പറഞ്ഞ് സംസാരിച്ച് മുഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലാവുന്ന രീതിയിൽ പോലീസിങ്ങിനെ പറ്റിയും അറസ്റ്റിനെ പറ്റിയൊക്കെ സംസാരിക്കാനാണ് ഈ എപ്പിസോഡ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. കാണുന്നതും കേൾക്കുന്നതും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുട്ടിക്കാലത്ത് ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണല്ലോ. അപ്പോൾ അമ്മ എന്നെ ചോറ് കഴിപ്പിച്ചിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മേളിൽ ഒരു പോലീസ് മാമനുണ്ട്, നല്ല കൊമ്പ് മീശയൊക്കെ ആയിട്ട്. പുള്ളി വീട്ടിൽ നിന്ന് പോകുമ്പം ലാത്തിയൊക്കെ എടുത്ത് വണ്ടിയിൽ പോകും. ഇത് പറഞ്ഞാണ് പോലീസ് പിടിക്കും. ഈ പോലീസ് എന്ന് പറയുന്നത് പിടിക്കാൻ വേണ്ടിയുള്ളതാണെന്നും വരട്ടാൻ വേണ്ടിയുള്ളതാണെന്നും ഭയപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്നും എന്നൊരു ചിന്ത കുട്ടിക്കാലം മുതൽ എല്ലാവരുടെയും ഉള്ളിലേക്ക് അത് മാതാപിതാക്കൾ പകരാറുണ്ട്. അതുകൊണ്ടാണ് പോലീസിന് നമുക്കിത്ര പേടി. സത്യത്തിൽ പോലീസിനെ പേടിക്കേണ്ടതായിട്ടുണ്ടോ? ആരാണ് പോലീസിനെ പേടിക്കേണ്ടത്? ഭയമാണോ പോലീസിങ്ങിൻ്റെ അടിസ്ഥാനപരമായ തത്വം? എന്താണ് അറസ്റ്റ്? ഈ അറസ്റ്റിനെ പറ്റി ഞാനത് പറയാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഈ വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ്. ഒരുപാട് പേര് പൈസ പോയിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചപ്പോൾ ഒരു സംഗീത സംവിധായകൻ, അത്യാവശ്യം പത്രമൊക്കെ വായിക്കുന്ന സാമൂഹിക ബോധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം 3 ദിവസമാണ് വെർച്വൽ അറസ്റ്റിൽ വീട്ടിലിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു നാണക്കേടാണെന്ന്. അതായത് ഫോണിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ അറിയുകയാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് ഇല്ല, വെർച്വൽ അറസ്റ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട് പോലും 3 ദിവസം കേരളത്തിലെ ഒരുപാട് ഹിറ്റ് സിനിമാ പാട്ടുകൾ സംവിധാനം ചെയ്ത അല്ലെങ്കിൽ നമുക്ക് തന്ന ഒരു പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ 3 ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അടച്ചിട്ടിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, വെർച്വൽ അറസ്റ്റിലായിരുന്നു പോലും. അവസാനം ഈ വെർച്വൽ അറസ്റ്റ് ചെയ്തിരുന്ന ആൾക്കാർ അവർ ഒരു വീഡിയോ കോളിലാണ് വരുന്നത്. പോലീസിങ്ങിൻ്റേതായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ട്, വരട്ടി നിങ്ങൾ ഇന്ന കേസിൽ. അപ്പോൾ അത്ര പോലും നമുക്ക് സെൻസില്ല. ഞാൻ എന്തിനാണ് എന്നെ വെർച്വൽ അറസ്റ്റ് ചെയ്യുന്നത്, എന്ത് കാരണത്തിനാണ് എന്ന് ചിന്തിക്കാൻ പോലും ശേഷിയില്ലാതെ നമ്മളതിലിരിക്കുകയാണ്. അവസാനം അദ്ദേഹം ഇവരുടെ നിർദ്ദേശപ്രകാരം പൈസ എടുക്കാൻ വേണ്ടി ബാങ്കിൽ വരുന്നിട്ട് ബാങ്ക് ഓഫീസറോട്, ലേഡി ഓഫീസറാണ്, അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് പന്തികേട് തോന്നി. അവരാണിത് പോലീസ് ഇൻഫോം ചെയ്യുന്നത്. ആ പെൺകുട്ടി ഒരു 10-32 വയസ്സുള്ള ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ്. അവരാണ് ധീരമായ നിലപാടെടുത്തത് രക്ഷിച്ചത്. അല്ലെങ്കിൽ 10-15 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ പോയേനെ. വെർച്വൽ അറസ്റ്റിലാണെന്നും പറഞ്ഞ് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇരിക്കണം 3 ദിവസം. അപ്പോൾ കേരള പോലീസ് എപ്പോഴും പറയുന്ന ഒരു ഡയലോഗുണ്ട്, വെർച്വൽ അറസ്റ്റ് ഇല്ല, വെർച്വൽ അറസ്റ്റ് വ്യാജമാണ്, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന അങ്ങനെ ഒരു അറസ്റ്റ് ഇല്ല എന്ന് പോലീസ് എപ്പോഴും അവരുടെ സാമൂഹ്യ മാധ്യമ പേജിൽ പറയാറുണ്ട്. തിരിച്ചൊരു ചോദ്യം ഞാൻ എപ്പോഴും അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പോലീസുകാരോട്, നിങ്ങളിത് വ്യാജമാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അറസ്റ്റ് എന്ന് ജനത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ തന്നെ പറയണ്ടേ, അറസ്റ്റ് ഇങ്ങനെയാണ്, ഇങ്ങനെ മാത്രമേ അറസ്റ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അത് പറഞ്ഞു കൊടുത്താൽ എന്താ പ്രശ്നം? അത് പറഞ്ഞു കൊടുത്താൽ പോലീസിങ് പലപ്പോഴും കാണിക്കുന്ന ജനാധിപത്യ മര്യാദ ഇല്ലായ്മകൾ, ഭീകരമായിട്ടുള്ള പരിപാടികൾ, അനാവശ്യമായ അറസ്റ്റുകൾ, അനാവശ്യമായ കസ്റ്റഡി മർദ്ദനങ്ങൾ ഇത് അവസാനിക്കും. ജനം ചോദ്യം ചെയ്യും, സാർ ഇത് ശരിയല്ലല്ലോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് യഥാർത്ഥ അറസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാതെ ഇത് വ്യാജമാണെന്ന് പറയുന്നത്. പോലീസിനെ പറ്റി നമുക്ക് വീണ്ടും സംസാരിക്കാം. ഈയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് കേരളത്തിൻ്റെ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റിൽ എഴുതിയൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതാണ്, പോലീസിൻ്റെ റെസ്പോണ്ടിങ് ടൈം എത്രയാണ്? അതായത് ഇപ്പം ഞാൻ ഈ ഓഫീസിലിരുന്ന് ഒരു ജോലി ചെയ്യാണ്, പെട്ടെന്ന് ഒരാൾ എന്നെ ആക്രമിക്കുന്നു. ഞാൻ മൊബൈൽ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. ഈ വിളിക്കുന്ന സമയം മുതൽ എത്ര സമയത്തിനുള്ളിൽ അദ്ദേഹം എൻ്റെ അടുത്ത് വരും? ഇതാണ് ഞാൻ ചോദിച്ചത്. സാധാരണ എത്ര ടൈമാണ് പോലീസ് റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം എന്ന് ചോദിച്ചപ്പോൾ അതിൽ 12 മിനിറ്റാണ് പറഞ്ഞത്. അതായത് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ, മലയാളി, ഒരു വീട്ടിൽ രാത്രിയിൽ താമസിക്കുമ്പോൾ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവൻ രക്ഷാർത്ഥം പോലീസിനെ കോൾ ചെയ്താൽ 12 മിനിറ്റാണ് ശരാശരി സമയം നമ്മുടെ ഒരു പോലീസ് വീട്ടിലെത്താൻ. ഇത് വിദേശ രാജ്യങ്ങളിൽ 30 സെക്കൻഡുള്ള രാജ്യമുണ്ട്, 1.5 മിനിറ്റുള്ള രാജ്യമുണ്ട്, 2 മിനിറ്റുള്ള രാജ്യമുണ്ട്. അപ്പം നമ്മൾ പോലീസിനെ വിളിക്കുന്നു, വീട്ടിൽ കയറി ഒരുത്തൻ ആക്രമിക്കാൻ വരുന്നു, അവൻ ആക്രമിക്കുന്നു, നമ്മുടെ തലവണ്ട അടിച്ച് പൊട്ടിക്കുന്നു, നമ്മൾ ബ്ലഡിൽ കുളിച്ച് അവിടെ കിടക്കുന്നു, നമ്മുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും കൊല്ലപ്പെടുന്നു, പിന്നെ പോലീസ് വരുമ്പോഴത്തേന് പ്രതിയുടെ പാട്ടിന് പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് പോലീസിങ്ങിൽ ആവശ്യത്തിന് പോലീസുകാരില്ല. ഇപ്പോൾ ഈയിടയ്ക്ക് വന്ന റിപ്പോർട്ട് പ്രകാരം 582 പോലീസ് സ്റ്റേഷനാണ് കേരളത്തിൽ ലോ ആൻഡ് ഓർഡറിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൽ CPO മുതൽ SHO വരെയുള്ള പോലീസുകാരുടെ എണ്ണം 21,367 പേരാണ്. 2023
കേരളത്തിൻ്റെ ആഭ്യന്തര സെക്രട്ടറി ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, സർ 15,000-ലധികം പോലീസുകാരുടെ നിയമിച്ചാൽ മാത്രമേ ജനസംഖ്യ ആനുപാതികമായ സംവിധാനം ഈ നാട്ടിൽ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോഴും ഇല്ല. ഇപ്പോഴും പോലീസുകാരുടെ എണ്ണം വളരെ തുച്ഛമാണ്. അപ്പം നമ്മളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ അവിടുത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അതായത് ആ സ്ട്രെങ്ത് എങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ പോലീസ് സ്റ്റേഷൻ ഒരു പരിധിയുണ്ട്. ഇപ്പം കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കൊല്ലം സിറ്റിയിലെ ഇത്ര വില്ലേജുകളുടെ ഭാഗങ്ങൾ കൂട്ടിയിണക്കിയിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷൻ രൂപീകരിക്കുന്നത്. ഇപ്പം കൊല്ലം -- വില്ലേജിൽപ്പെട്ട ആൾക്കാർ ഒരു വിഷയമുണ്ടായാൽ ഓടിപ്പോകേണ്ടത് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ്. കൊല്ലത്തിൻ്റെ അപ്പുറം അങ്ങോട്ട് മാറിയാൽ ശക്തികുളങ്ങര അല്ലെങ്കിൽ ചവറ, പിന്നെ അങ്ങോട്ട് കരുനാഗപ്പള്ളി, അങ്ങനെ പോവുക. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ എപ്പോഴും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ്റെ എണ്ണം സെറ്റ് ചെയ്ത് ഇത്ര പോലീസുകാർ വേണം. പണ്ട് എൻ്റെ ഒരു 99-2000 കാലഘട്ടത്തിൽ 1000 മനുഷ്യർക്ക് ഒരു പോലീസുകാരനായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി ശരാശരി ഏതാണ്ട് 750 മനുഷ്യർക്ക് ഒരു പോലീസുകാരൻ നിലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതില്ല. അപ്പോൾ ഇതിനിടയ്ക്കാണ് അവർ എന്ത് ചെയ്യേണ്ടത്? അവർ ഈ പറയുന്ന പോലെ ലോ ആൻഡ് ഓർഡർ ചെയ്യണം, അതിനിടയ്ക്ക് ട്രാഫിക് ഡ്യൂട്ടിക്ക് പോകണം. ഈ ട്രാഫിക് ഡ്യൂട്ടിയും ലോ ആൻഡ് ഓർഡറും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മന്ത്രി വരും, അപ്പോൾ ആ മന്ത്രിക്ക് എക്സ്കോർട്ട് പോകണം. പെട്ടെന്നായിരിക്കും ഇവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ കേസ് അന്വേഷണത്തിനും പോകണം. അങ്ങനെ നിരവധിയായ ജോലികളാണ് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ അപര്യാപ്തത വളരെ കൂടുതലാണ്. ഇത് പോലീസിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംസാരിക്കുന്നൊരു വിഷയമാണ് പോലീസിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം. പോലീസ് പലരെയും അറസ്റ്റ് ചെയ്യുന്നു, നിയമപരമായ രീതിയിലല്ല, പലരെയും മർദ്ദിക്കുന്നു. നമ്മൾ ഈയിടയ്ക്ക് 1-2 വിഷ്വൽസ് കണ്ടു. ചില സ്ഥലങ്ങളിൽ ചില മനുഷ്യരെ പോലീസുകാർ ഉപദ്രവിക്കുന്നത് കണ്ടു. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. CCTV ഫുട്ടേജ് പോലീസുകാർ കൊടുക്കുന്നില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അത് കൊടുത്തപ്പോൾ വിവാദമാകുന്നു. അവർക്ക് ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായൊരു ബോധ്യവും ഈ വിഷയത്തിൽ സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. യു ആർ അണ്ടർ അറസ്റ്റ്. ഇത് തന്നെ ഞാൻ ഈ വിഷയം തന്നെ പറയാനുള്ള കാരണം, എപ്പോഴും പോലീസുമായിട്ട് ഉള്ള ഏതൊരു ബന്ധവും അല്ലെങ്കിൽ പോലീസുമായിട്ടുള്ള ഏതൊരു പ്രശ്നവും അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ നമ്മളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും ആ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളെ അറസ്റ്റ് ചെയ്യുന്നതും അറസ്റ്റിൻ്റെ ഭാഗമായി നമ്മളെ പോലീസ് കസ്റ്റഡിയിൽ ഇരുത്തുന്നതും അതിനുശേഷം നമ്മൾ കോടതിയിൽ റിമാൻഡിൽ പോകുന്നതും ഒക്കെയാണ് പോലീസുമായിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ബന്ധം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള നമ്മുടെ ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ കേസിൽ നമുക്ക് പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്യാം ഇതറിയണ്ടേ? അറസ്റ്റ് എങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ അറിയണ്ടേ? പോലീസിന് ബെയിലബിൾ ആണെങ്കിലും നോൺ ബെയിലബിൾ ആണെങ്കിലും 2 തരം ഒഫൻസാണ് നമ്മുടെ നാട്ടിലുള്ളത്. ജാമ്യം കിട്ടുന്നതും ജാമ്യം കിട്ടാത്തതുമായ വകുപ്പുണ്ട്. അപ്പോൾ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? അത് വിശാലമായ കാര്യങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജാമ്യം കിട്ടാത്ത വകുപ്പുണ്ട്. സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരാളെ കൈകൊണ്ട് കവിളത്തടിക്കുന്നത് ബെയിലബിൾ ഒഫൻസാണ്. അത് ഉപദ്രവിച്ചു എന്നുള്ളത് ഒഫൻസാണ്, കുറ്റകൃത്യമാണ്, കേസ് വരും, കോടതിയിൽ പോകണം, കേസ് നടത്തണം. പക്ഷേ അത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. അതേസമയം നമ്മളൊരാളെ ഒരു ഭാരമേറിയ ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുകയാണ്, ആയുധം കൊണ്ട് അടിക്കുകയാണ്, അത് നോൺ ബെയിലബിൾ ഒഫൻസിലേക്ക് മാറും. അപ്പോൾ ചില മനുഷ്യർ ചോദിക്കും, സാർ ഈ ജാമ്യം കിട്ടുന്ന വകുപ്പ് ജാമ്യം കിട്ടാത്ത വകുപ്പ് എന്ന് പറഞ്ഞാൽ എത്ര നാൾ ജയിലിൽ കിടക്കണം? ഏതൊരു കേസിലും പ്രാഥമികമായ കുറച്ച് ദിവസം നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ ജയിലിൽ കിടന്നിട്ട് അദ്ദേഹത്തെ പുറത്തേക്ക് വിടും. അപ്പോൾ നമ്മൾ ചോദിക്കും, ജയിലിൽ കിടന്നിട്ട് അങ്ങനെ പുറത്തിറങ്ങുന്നത് ശരിയാണോ? സ്വാഭാവികമായും ഈ ജാമ്യം എന്ന് പറയുന്നത് എന്നേക്കുമായി അദ്ദേഹത്തെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല, നീ അങ്ങ് പൊക്കോളൂ രക്ഷപ്പെട്ടോളൂ എന്നല്ല, ചില വ്യവസ്ഥകളുടെ ഭാഗമായി. ഇപ്പം നോൺ ബെയിലബിൾ ഒഫൻസിൽ ഒരാൾ കുറ്റകൃത്യം ചെയ്താൽ പോലീസ് പിടിക്കുന്നു, മജിസ്ട്രേറ്റ് മുമ്പിൽ കൊണ്ടുപോകുന്നു, റിമാൻഡ് ചെയ്യുന്നു. ഒരു 10, 20, 30, 40 അല്ലെ റീസണബിൾ ടൈം കഴിയുമ്പോൾ ജാമ്യത്തിൽ വിടുന്നു. ഈ ജാമ്യത്തിൽ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസ്ഥ ഇതാണ്, നീ സമാനമായ കുറ്റകൃത്യം ഇനിയും ആവർത്തിക്കരുത്. ഈ കേസിലെ വാദി പരാതി കൊടുത്തവരെ ഭീഷണിപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ശ്രമിക്കരുത്. കേസ് തീരുന്നതുവരെ പോലീസ് ഓഫീസറുടെ മുമ്പിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോയി ഒപ്പിടണം. ഇങ്ങനെ കുറേ ഫോർമാലിറ്റികളുടെ ഇങ്ങനെ ചില വ്യവസ്ഥകളുടെ ഭാഗമായിട്ടാണ് ഒരാളെ ജാമ്യത്തിൽ വിടുന്നത്. അപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളത് കൊണ്ട് എൻ്റെ നിയമപരമായ എല്ലാ ബാധ്യതയും തീർന്നു, ഈ കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്ന അർത്ഥമില്ല. കാരണം അങ്ങനെ എല്ലാവരെയും പിടിച്ച് ജയിലിലിടാൻ നോക്കിയ ജയിലുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കണം, ഒരുപാട് ഫോഴ്സ് അതിനു വേണ്ടി വേണം. അപ്പം കേസെടുത്തു, അതിൻ്റെ ഒരു ടൈം കഴിയുന്നു, ജയിലിലിടുന്നു, പുറത്തേക്ക് വിടുന്നു, എന്നിട്ട് നീ കേസ് നടത്തി തീർന്ന് നീ കുറ്റവിമുക്തനായാൽ വീട്ടിൽ പോകാം,
കുറ്റവിമുക്തനാവാതെ കുറ്റകൃത്യം ശിക്ഷിക്കപ്പെട്ടാൽ ഈ ജാമ്യം റദ്ദ് ചെയ്ത് വീണ്ടും ജയിലിൽ പോകും. ഇതാണ് അതിന് നിയമപരമായ രീതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം തുടങ്ങുന്നത് പോലീസിൻ്റെ ഒരു അറസ്റ്റോട് കൂടിയാണ്. സിനിമയിൽ നമ്മൾ കാണാറ് യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, അതിൻ്റെ മലയാള പദം ഇത്രയാണ്, തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്ന ആളെ ഈ റൂമിൽ തടഞ്ഞു വെച്ചാൽ അതിൻ്റെ അർത്ഥവും അറസ്റ്റ് എന്ന് തന്നെയാണ്, ഇല്ലീഗൽ ആയിട്ടുള്ള ഡിറ്റൻഷനാണ്. പക്ഷെ പോലീസിന് നിയമപരമായ അധികാരമുണ്ട്. ഓഫീസർ എന്ന നിലയിൽ സംശയത്തിൻ്റെ പേരിലോ കുറ്റകൃത്യം ചെയ്തു എന്ന അറിവിൻ്റെ പേരിലോ നിങ്ങൾ തൽക്കാലം ഇവിടെ നിന്ന് പോകണ്ട, അവിടെ നിൽക്കൂ. തടഞ്ഞു വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ആ തടഞ്ഞു വെക്കുന്ന രീതിയാണ് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് പിന്നെ അനങ്ങാൻ കഴിയില്ല, നമ്മളെ ഒരു സ്ഥലത്ത് ബന്ദിയാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ആർക്കും ബന്ദിയാക്കാൻ പറ്റുമോ? എപ്പോഴും ബന്ദിയാക്കാൻ പറ്റുമോ? ഏതൊരവസ്ഥയിലും ബന്ദിയാക്കാൻ പറ്റുമോ? അപ്പോൾ പോലീസുകാർക്ക് ഇഷ്ടമില്ലാത്ത ഏതൊരാളെയും നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് അങ്ങനെ അറസ്റ്റ് ചെയ്തുകൂടെ? പിടിച്ചുകൊണ്ട് പൊക്കൂടെ? ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയായിരിക്കണം എന്ന് നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിങ് ഇന്ന് തുടങ്ങിയതല്ല. കാലാകാലങ്ങളായി പോലീസ്, ഒരു രാജ്യമുണ്ടായ സമയം മുതൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭരണാധികാര വർഗത്തിൻ്റെ ഒരു ടൂളാണ് പോലീസിങ്. ഒരു രാജ്യമുണ്ടെങ്കിൽ അതായത് പട്ടാളമുണ്ട്, പോലീസുണ്ട്. എന്തിനാണ് പട്ടാളവും പോലീസും വെച്ചിരിക്കുന്നത്? ഒരു ഭരണം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു രാജ്യം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഭരണാധികാരികൾ, അവരെ അനുസരിക്കുന്ന ജനത ഇതുണ്ടാവണം. ആ അനുസരിപ്പിക്കാനുള്ള ഒരു ഉപകരണമാണ്, ഭരണവർഗത്തിൻ്റെ ഉപകരണമാണ് പോലീസിങ് അല്ലെങ്കിൽ പട്ടാളം എന്ന് പറയുന്നത്. അതായത് ഇത് ഇന്ന കാര്യം ചെയ്താൽ ഈ രാജ്യത്തിനെതിരാണ്, നീ ഒരാളെ ഉപദ്രവിച്ചാൽ അത് രാജ്യത്തിൻ്റെ വ്യവസ്ഥ തകരും, നീ ഒരു കാര്യം മോഷ്ടിച്ചാൽ അത് അപ്പോൾ ഇങ്ങനെ മോഷ്ടിച്ചും ഉപദ്രവിച്ചും ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു രാജ്യം ചിട്ടവട്ടങ്ങളിലൂടെ പോകാൻ വേണ്ടി ഭരണവർഗത്തെ സ്വാധീനിക്കുകയും അവർ ആ ഭരണവർഗത്തിനനുസൃതമായ പോളിസികൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഉപകരണമാണ്, ഒരു ഭരണവർഗ ടൂളാണ് പോലീസിങ് അല്ലെ പട്ടാളം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പട്ടാളത്തിൻ്റെ എന്താണ് അവരുടെ ആവശ്യം? രാജ്യത്തിൻ്റെ അതിർത്തികളിൽ നിൽക്കുക, മറ്റു രാജ്യത്തിൻ്റെ അറ്റാക്ക് ഉണ്ടാവാതെ തോക്കും ആയുധവും ഉപയോഗിച്ചാണ് നിൽക്കുകയാണ്. ഈ രാജ്യം ഞങ്ങളുടേതാണ്. പോലീസിങ് ഉള്ളിൽ വരുന്നതാണ്, ഉള്ളിലെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പൗരന്മാർ തമ്മിലുള്ള പ്രശ്നം, ഇത് പരിഹരിക്കാൻ പോലീസിങ് ഉള്ളത്. പോലീസിന് ആരെ അറസ്റ്റ് ചെയ്യാം? ഏത് കേസിൽപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യാം? അപ്പോൾ ഒരു കാലത്ത് നമുക്കറിയാം, പണ്ടത്തെ പോലീസിങ് ഏതൊരാളെയും പിടിച്ചുകൊണ്ടങ്ങ് പോകും. പണ്ട് നിക്കർ പോലീസാണ്, സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഓടി വരുന്നു, പിടിച്ച് വണ്ടി കെട്ടിക്കൊണ്ട് പോകുന്നു. സാധാരണ മനുഷ്യരാണ്, നമുക്കൊന്നും എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് അറിയത്തില്ല. ഞാൻ ആ അറസ്റ്റിനെ പറ്റി പറയാതെ പോയാൽ കേരളത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷി ഒരുപാട് വേദനിച്ച അറസ്റ്റാണ് രാജൻ്റെ അറസ്റ്റ്. ഈശ്വര വാര്യർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രശ്നം. ഒരു മകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ്, രാജൻ എന്നാണ്. കേസോ അതുമായി ബന്ധപ്പെട്ട സാഹചര്യമോ ഞാൻ ഈ വേളയിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ പോലീസ് ആരോപണത്തിൻ്റെ പേരിൽ, ചില ബോധ്യങ്ങളുടെ പേരിൽ, ചില വിവരങ്ങളുടെ പേരിൽ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഈശ്വര വാര്യർ എന്നാണ്. ആ മനുഷ്യൻ മരിക്കുന്ന നിമിഷം വരെ ഇപ്പോഴും തൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് അയാൾക്കറിയില്ല. പല വാതിലുകൾ മുട്ടി, എൻ്റെ മകനെ നിങ്ങൾ എന്ത് ചെയ്തു? മകൻ പിന്നീട് മരണപ്പെട്ടു. പക്ഷേ അതിൻ്റെ ബോഡി പോലും അദ്ദേഹത്തിന് എവിടെ ശവസംസ്കാരം നടത്തി, എന്ത് ചെയ്തു പോലും അറിയത്തില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് ആരെയും പിടിച്ചുകൊണ്ട് പോകാം, നമ്മൾ ചോദ്യം ചെയ്യില്ല. അതെ, നിന്നെ ഈ കേസിൽ പിടിച്ചുകൊണ്ട് പോവാണ്, ഈ കേസിൽ അറസ്റ്റ് ചെയ്യണം എന്ന് പറയത്ത് പോലുമില്ല, പിടിച്ചുകൊണ്ടങ്ങ് പോവാണ്. പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ സംഭവം. നിയമപരമായ ഒരുപാട് മനുഷ്യർ കസ്റ്റഡിയിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു. കള്ള സാക്ഷികളുടെ പേരിൽ, കള്ള തെളിവുകളുടെ പേരിൽ, കള്ള കേസുകളുടെ പേരിൽ പോലീസിന് ആരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം എന്ന സാഹചര്യം ഉണ്ടായിരുന്ന കാലത്തു നിന്ന് ഇന്നതെല്ലാം മാറി. കാരണം ഒരുപാട് മനുഷ്യാവകാശ ചർച്ചകൾ നടന്നു, ഒരുപാട് മനുഷ്യാവകാശ വിധികൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് വന്നു, കാലാനുസൃതമായ നിയമം പരിഷ്കരിച്ചു. അങ്ങനെ പരിഷ്കരിച്ച് അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് സത്യം. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ചില പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് ചില മനുഷ്യരും വണ്ടിയിലോട്ട് കയറടാ എന്ന് പറയും. എന്തിനാ സാറേ കയറുന്ന ചോദിച്ചാൽ അടിയാണ്. സ്റ്റേഷനിൽ എത്തിയിട്ട് എന്തിനാ കൂട്ടിക്കൊണ്ടൊന്നും അറിയത്തില്ല. ബന്ധുക്കളാരും പോലീസ് സ്റ്റേഷനിൽ വിവരം വിളിച്ച് ചോദിച്ചാൽ പറയത്തില്ല. കേസുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. 1-2 മണിക്കൂർ ഇരുത്തിയതിന് ശേഷം 2 അടിയും കൊടുത്ത് പറഞ്ഞു വിടും. അതൊക്കെ നിയമവിരുദ്ധമാണ്. അപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പോലീസിനെ പേടിക്കാതെ രാജ്യത്ത് നിൽക്കാൻ പറ്റുമോ? ഭയമില്ലാതെ രാജ്യം മുമ്പോട്ട് പോകുമോ? പോലീസ് ഉണ്ടായതുകൊണ്ടല്ലേ നമ്മളിൽ പലരും ജീവനോട് ഇരിക്കുന്നത്, നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്? ശരിയാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് തുടക്കത്തിൽ പറയുന്നത് ഭയം, കേസെടുക്കും, പോലീസ് കേസാവും, ജയിലിൽ പോകേണ്ടി വരും, ഇതുണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അത് ജനാധിപത്യ വിരുദ്ധമായ രീതി കാണിച്ചുകൊണ്ടായിരിക്കരുത്. നിയമപരമായി നിങ്ങൾക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാം. ആ അറസ്റ്റ് ചെയ്യുന്നതിന് എന്ത് വേണം? ഒരു ഇൻഫർമേഷൻ വേണം. പോലീസിന് ഇൻഫർമേഷൻ കിട്ടണം. ഇന്നയാളുടെ വീട്ടിൽ, അത് ഇന്നയാളുടെ കാറിനകത്ത് ഇന്ന ഡ്രഗ്സ് സൂക്ഷിച്ചിരിക്കുന്നു,
നമ്മുടെ വണ്ടി തടയാനുള്ള അധികാരം പോലീസിനുണ്ട്, അതിനെ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. പോലീസ് എന്നിട്ട് പറയുകയാണ് വണ്ടി നിർത്താൻ പറഞ്ഞാൽ നിർത്തണം, ഈ വാഹനം പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ പരിശോധിക്കണം. പക്ഷേ നമുക്കതിന് തിരിച്ചു ചോദിക്കാൻ ചോദ്യമുണ്ട്, എൻ്റെ വാഹനം പരിശോധിക്കാൻ നിയമപരമായി നിങ്ങൾക്ക് അധികാരമുണ്ടോ, നിങ്ങളെ അതിനെ നിയമപരമായി അധികാരപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പോലീസുകാർ പറയണം. സംശയത്തിൻ്റെ പേരിൽ എല്ലാവരും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. CRPCയിൽ 41 എന്ന് പറയുന്ന ഒരു നോട്ടീസുണ്ട്. ആ നോട്ടീസ് തരണം. ആ നോട്ടീസ് കൊടുത്തിട്ട് ഇത്രാം തീയതി ഇത്ര മണിക്ക് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറയണം. മാത്രമല്ല പോലീസുകാർ നമ്മളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഏത് സ്പോട്ടിൽ നിന്നാണോ കൊണ്ടുപോകുന്നത് ആ സ്പോട്ടിൽ വെച്ച് പ്രധാനപ്പെട്ട 3 രേഖകൾ തയ്യാറാക്കണം. ഇപ്പോൾ റോഡിലിട്ട് ഒരു മനുഷ്യനെ കുത്തുകയാണ്, ഉപദ്രവിക്കുകയാണ്. പോലീസ് ഓൺ ദി സ്പോട്ടിൽ വരുന്നു, അവനെ ഫോഴ്സ് ഉപയോഗിക്കുന്നു, അവിടെ റിമൂവ് ചെയ്യുന്നു, സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, റിമാൻഡ് ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ബോധ്യപ്പെട്ടു ഇന്ന കുറ്റകൃത്യത്തിൽപ്പെട്ട ഒരാളാണെന്ന്. പക്ഷേ നമ്മൾ ഈ കാണുന്ന വിവാദങ്ങൾ മുഴുവൻ അങ്ങനെയല്ല. ഏതെങ്കിലും തരത്തെ പരാതികളുടെ പുറത്ത് പോലീസിന് നേരിട്ടുള്ള അറിവില്ലാത്ത സാഹചര്യത്തിൽ ചില ഇൻഫർമേഷൻ, ചില പരാതികളുടെ പുറത്ത് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് 1-2 ദിവസം കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം പറയുകയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇയാളല്ല വിട്ടോ എന്ന് പറഞ്ഞാൽ ഈ 2 ദിവസത്തെ അവൻ്റെ കസ്റ്റഡി പീഡനം ആര് സമാധാനം പറയും? ഇതാണ് നമ്മളെപ്പോഴും ചലഞ്ച് ചെയ്യുന്നത്. അതിന് അറസ്റ്റ് എന്ന് പറയുന്നതിന് ആ പ്രോസസ്സ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ വിഷയം കൂടിയപ്പോഴാണ് സുപ്രീം കോടതി വിധിന്യായങ്ങൾ കൊണ്ട് ഒരു പോലീസ് ഓഫീസർ ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എങ്ങനെയാണ്, എങ്ങനെ ചെയ്യണം എന്ന കൃത്യമായി എഴുതി തയ്യാറാക്കി കൊടുത്തത്. പ്രധാനപ്പെട്ട 3 രേഖകൾ തയ്യാറാക്കണം. മനസ്സിലാക്കി വെച്ചോണം. നമ്മളെ നാളെ പോലീസ് പിടിക്കുമ്പോൾ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തി ദിവസങ്ങളോളം ടോർച്ചർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, പ്രധാനപ്പെട്ട 3 രേഖകൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് തയ്യാറാക്കിയിരിക്കണം. അറസ്റ്റ് മെമ്മോ, ഇൻസ്പെക്ഷൻ മെമ്മോ, കസ്റ്റഡി മെമ്മോ. ഇപ്പോൾ എന്നെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ വരുമ്പോൾ പോലീസ് പറഞ്ഞു നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സാർ എന്താണ് കുറ്റകൃത്യം? അത് ഇന്നതാണ്. ഇവിടെ വെച്ച് പ്രധാനപ്പെട്ട 3 രേഖകൾ തയ്യാറാക്കണം പോലീസ് ഓഫീസർ. അതിൽ എന്നെ കൊണ്ട് ഒപ്പിടിയിക്കണം. അതിനൊരു കോപ്പി എൻ്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് കൊടുക്കണം. അതിൽ എന്ത് കുറ്റകൃത്യമാണ് എന്ന് എഴുതിയിരിക്കണം. എൻ്റെ ദേഹത്ത് എന്തെങ്കിലും മുറിവുകളോ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ അതെല്ലാം അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. 3 പ്രധാനപ്പെട്ട രേഖകൾ തയ്യാറാക്കി മാത്രമേ ഒരാളെ കസ്റ്റഡിയിലെടുക്കാനും കഴിയുകയുള്ളൂ. പോലീസ് എപ്പോഴും ചെയ്യുന്ന പരിപാടി എന്താണ്? പിടിച്ചുകൊണ്ടങ്ങ് പോകും, പിടിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിലെത്തും, എന്നിട്ട് ചോദ്യമൊക്കെ ചെയ്യും, ഉപദ്രവിക്കും. അവസാനം പോലീസിന് പൂർണ്ണ ബോധ്യം വരുമ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക. അപ്പോഴാണ് സ്റ്റേഷനിൽ വെച്ചാണ് ഈ രേഖകൾ മുഴുവൻ തയ്യാറാക്കുന്നത്. പക്ഷേ എന്നെ കസ്റ്റഡി എടുത്ത് അവിടെ വെച്ചല്ലല്ലോ, 2 ദിവസം മുമ്പ് വീട്ടിൽ വെച്ചായിരിക്കത്തില്ലേ. അപ്പോൾ ഈ 2 ദിവസത്തെ എൻ്റെ പീഡനത്തിന് ആര് സമാധാനം പറയും? ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിപ്പോഴും തുടരുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയണം, സാർ എന്നെ കസ്റ്റഡി കൊണ്ടുപോയിക്കോളൂ, എന്താണ് എൻ്റെ പേരിൽ ഒഫൻസ്, ഈ രേഖകൾ ഇവിടെ വെച്ച് തയ്യാറാക്കിയിരിക്കണം എന്ന് പറയാനുള്ള ശേഷി നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ കസ്റ്റഡിയിലെടുത്തിട്ട് പീഡിപ്പിക്കുക. പലപ്പോഴും ഞാൻ കണ്ട 2-3 ദിവസമൊക്കെ പിടിച്ചിരുത്തിയിരിക്കും. എന്നിട്ട് ആരെങ്കിലുമൊക്കെ പൊളിറ്റീഷ്യന്മാർ വിളിക്കും, അല്ല ഉന്നത ഉദ്യോഗസ്ഥർ വിളിക്കുമ്പോൾ, സാറേ ഇന്നൊരു സംശയം കിട്ടിയതിൻ്റെ പുറത്ത് പുള്ളിയെ പിടിച്ച് നിർത്തിയതാണ്. അങ്ങനെ പിടിച്ച് നിർത്താൻ പോലും കഴിയില്ല. പോലീസുകാരന് പറയുന്നത് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തിയതാണ്. സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ഒരാളുടെ സ്വാതന്ത്ര്യത്തെ, അയാളുടെ പേഴ്സണൽ ലിബർട്ടിയെ തടയാൻ കഴിയില്ല. ഇതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ പ്രാഥമികമായിട്ടുള്ള അറസ്റ്റിനെ പറ്റിയുള്ള സാഹചര്യം. അറസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെ കോടതിയിൽ 24 മണിക്കൂറിനകത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, അതായത് എന്നെ ഇന്ന് 4 മണിക്ക് ഈ രേഖകൾ പ്രകാരം ഈ ഓഫീസിൽ കസ്റ്റഡിയിലെടുത്താൽ നാളെ 4 മണിക്ക് മുമ്പ് എന്നെ എവിടെ ഹാജരാക്കണം? കൺസേൺഡ് മജിസ്ട്രേറ്റിന് മുമ്പിൽ 24 മണിക്കൂറിനുള്ളിൽ ആ സ്ഥലത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ എന്നെ ഹാജരാക്കിയിരിക്കണം. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ മെഡിക്കൽ പരിശോധന നടത്തണം. എന്നെ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ മുമ്പിൽ കൊണ്ടുപോകണം. അവിടെ അദ്ദേഹത്തിനോട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്നെ ഉപദ്രവിച്ചു, എൻ്റെ ദേഹത്ത് കാണുന്ന പാടുകൾ പോലീസുകാർ മർദ്ദിച്ചതാണെന്ന് പറയാമെങ്കിൽ അത് ഡോക്ടറോട് പറയണം, എഴുതി വെക്കണം. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാവുന്ന സമയത്ത് നമുക്ക് പറയാം മജിസ്ട്രേറ്റിനോട്, സാർ എന്നെ ഇന്നലെ 3 ദിവസം കസ്റ്റഡിയിൽ എടുത്തതാണ്, ഇന്നലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്, 2 ദിവസം എന്നെ പീഡിപ്പിച്ചു എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തണം. പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം. പോലീസുകാർക്കെതിരെ കേസുണ്ടാവും. അതിനുശേഷം നമ്മളെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ റിമാൻഡ് ചെയ്യുമ്പോൾ വീണ്ടും മെഡിക്കൽ ഓഫീസർ പരിശോധിക്കണം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ, അതായത് 1 by 1 നമ്മളെ ഓരോ കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്യുന്ന പ്രോസസ്സാണ് അറസ്റ്റ്. അല്ലാതെ അറസ്റ്റ് എന്ന് പറയുന്നത് പിടിച്ചുകൊണ്ട് പോയിട്ട് എവിടാന്ന് ചോദിച്ചാൽ എങ്ങോട്ടാണ് കൊണ്ടുപോയത് അറിയത്തില്ല, എന്ത് ഒഫൻസാണ് ഒരു ധാരണയില്ല, ഏത് കേസിലാണ് പിടിച്ചിരിക്കുക, ആരാണ് പരാതിക്കാരൻ, ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് സത്യത്തിൽ അപരിഷ്കൃതമാണ്. ലോകത്തൊരു രാജ്യത്തും അതില്ല. നമുക്ക് മേലുള്ള കുറ്റം എന്താണെന്ന് അറിയണ്ടേ? ലീഗൽ പ്രാക്ടീഷണറെ കാണാനുള്ള അവകാശം കൊടുക്കണം. ഒരു പ്രതിയാക്കപ്പെട്ട ഒരാൾക്ക് അയാളുടെ മേലുള്ള നിയമപരമായ പ്രശ്നം അയാളുടെ വക്കീലിനോട് സംസാരിക്കാനുള്ള സമയം കൊടുക്കണം.
അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതുപോലെ നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾ പോലീസ് ഓഫീസറാണെങ്കിൽ അയാളുടെ പേരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റാങ്കും സ്പെസിഫൈ ചെയ്തിരിക്കണം. അയാൾ പറയണം ഞാൻ ഇന്ന ഓഫീസറാണ്, എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് CI ആണെന്ന് പറയണം. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രോസസ്സിലൂടെ വേണം അറസ്റ്റ് കൊണ്ടുപോകാൻ. അതെങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോഡിലിട്ട് ഒരാളെ കുത്തുന്നവർ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല, പിടിച്ച് കസ്റ്റഡി കൊണ്ടുപോകും. കാരണം അത് ആ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞത് ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ, ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രോസസ്സുകൾ പാലിക്കണം. ഈ പ്രോസസ്സുകൾ പാലിക്കാത്തത് കൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈശ്വര വാര്യരൊക്കെ അദ്ദേഹത്തിൻ്റെ മകൻ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പോലും കഴിയാതെ മരണപ്പെട്ടു പോയത്. പല മനുഷ്യരും അങ്ങനെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. എത്രയോ ദിവസങ്ങൾ പോലീസ് ക്യാമ്പിൽ ഇരുന്ന് ഉരുകിയ മനുഷ്യരുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ നിയമവിരുദ്ധമാണ്. ലോകരാഷ്ട്രങ്ങളൊക്കെ ഇതിനെ അപലപിക്കുന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെ ഇടിയുടെയൊന്നും ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇടിയൻ പോലീസ്. എന്തുകൊണ്ടാണ് ഇടിക്കേണ്ടി വന്നൊരു സാഹചര്യം പണ്ട് ഉണ്ടായിരുന്നത്? ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയില്ല, പ്രോപ്പറായി ഉത്തരം കള്ളങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷെ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സയൻറ്റിഫിക് അന്വേഷണമാണ്. ഇപ്പോൾ ഞാനിവിടെ 3 മണിക്ക് ഇവിടെ ഇരിക്കുകയാണെന്നുള്ളത് സയൻറ്റിഫിക് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ചോദിച്ചാൽ മതി. അത് ചോദിച്ച് മനസ്സിലാക്കാൻ പോലീസിന് കഴിയും. അത്യാധുനിക സംവിധാനങ്ങളുള്ള സംവിധാനമാണ് പോലീസ്. ഇടിയുടെയും ഭീകരമർദ്ദനത്തിൻ്റെയും മൂന്നാം മുറയുടെ ഒന്നും കാര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് അറസ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിരിക്കട്ടെ. ആരെയും പോലീസ് ഉപദ്രവിക്കാതിരിക്കട്ടെ. ഉപദ്രവിച്ചാരും കൊല്ലപ്പെടാതിരിക്കട്ടെ. അങ്ങനെ കൊല്ലപ്പെടുന്നവന് മാത്രമല്ല നഷ്ടം, നിയമ പോരാട്ടമുണ്ടായാൽ ഉപദ്രവിച്ച പോലീസുകാരൻ കുടുങ്ങുമെന്നുള്ളത് സത്യം.